ശ്രീ ജോബ് മൈക്കിൾ, നിങ്ങൾക്ക് 6 മിനിറ്റ്. സാർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ അനുകൂലിക്കുകയാണ് സാർ. ബഹുമാന്യായ നമ്മുടെ മെമ്പർ ഷംസുദ്ദീൻ ഇപ്പം ഇവിടെ പറഞ്ഞു നിർത്തി. അദ്ദേഹം പറഞ്ഞത് ചേലക്കരയിലെ ഭൂരിപക്ഷം 8000 ആയിരുന്ന ഈ രീതിയിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും. 15000 വോട്ടിന് മേളിൽ ഭൂരിപക്ഷം ജയിച്ച ചേലക്കര, ഷംസുദ്ദീൻ പറയുന്ന 8000, ബാക്കി വോട്ട് നിങ്ങൾ കാണാതെ പോയത് ശരിയല്ല. ഇവിടെ കൃത്യമായി ഇവിടെ കൃത്യമായി വോട്ടിന്റെ കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾക്ക് ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു വാക്ക് നിങ്ങൾക്ക് പറയാമല്ലോ. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കുടിശ്ശിക കൊടുത്തുകൊണ്ടിരിക്കുക, ഇത് കൊടുത്ത പത്രം വായിക്കണം. ഇന്നത്തെ മനോരമയിലും കൊടുത്തിട്ടാണ് 2 കുടിശ്ശിക, 2 വർഷത്തെ കുടിശ്ശിക ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു 4 കോടി രൂപ ഇന്നലെ 3500 ഗ്രാമീണ റോഡുകൾക്ക് AS ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അപ്പൊ അതിനെ കണ്ടില്ലെന്ന് നിങ്ങൾ വെക്കുക. അപ്പൊ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റി. പഴയ ഗവർണറാന്ന് വിചാരിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. ഗവർണർ മാറി. പഴയ കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ AICC സെക്രട്ടറി, പഴയ AICC സെക്രട്ടറി കേരളത്തിൽ ഗവർണറായി വന്നപ്പോൾ അതോടൊപ്പം തന്നെ പഴയ പ്രധാനമന്ത്രിമാരുടെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രി കേരളത്തിൽ ഗവർണറായി വന്നപ്പോൾ ഇവിടെ പ്രസംഗിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, നിങ്ങളെല്ലാം സന്തോഷം പ്രകടിപ്പിച്ചു. ഇപ്പം ഈ ഗവർണർ വന്നിട്ട് ഈ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 2 മണിക്കൂറാണ് ഈ ഗവൺമെന്റിനെ പറ്റി പ്രസംഗിക്കുവാൻ വേണ്ടി ഗവർണർ എടുത്ത സമയം. 2 മണിക്കൂർ നമ്മളെല്ലാവരും ഇവിടെ വളരെ സൗമ്യമായി ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. ഗോവക്കാരനായ അദ്ദേഹം ഈ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം ഈ ഗവൺമെന്റിന്റെ ഭരണത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. നമുക്കിവിടെ അറിയാമല്ലോ, ഇവിടെ പല കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നമുക്കറിയാം, ഷംസുദ്ദീൻ പറഞ്ഞു, പാട്ടിനെ പറ്റി പറഞ്ഞു. ഏതെങ്കിലും ഒരു സംഘടന പാട്ട് പാടിയാൽ ആ പാട്ടിനെ പറ്റി വിമർശിക്കുന്നതല്ല രാഷ്ട്രീയം. അത് പലരെ പറ്റിയും പല പാട്ടുകളും പാടും. ആ പാട്ടിനെ പറ്റി പറഞ്ഞിട്ട് പരിഹസിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് റോഡുകളാണേലും പാലങ്ങളാണേലും എത്രയോ എല്ലാ നിയോജകമണ്ഡലത്തിലും എത്രയോ കോടി രൂപയുടെ വർക്കുകളാണ് നടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ എന്നെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവിടെ പാലം പണി വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മോളിലൊക്കെ എപ്പോഴും കാണുന്നതാണ്, അതിലെ പോകുമ്പോഴും കാണുക. കുറെ വർഷങ്ങളായിട്ട് മുടങ്ങി കിടന്ന പാലം പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം പരിതപിക്കുന്നത് ഇവിടെ വികസനം നടക്കുന്നില്ലെന്നാണ്. ജലജീവന്റെ കാര്യം പറഞ്ഞാൽ എത്രയോ കോടി രൂപയുടെ വികസനമാണ് ഓരോ നിയോജകമണ്ഡലം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളുടെ കാര്യം എടുത്താൽ എത്രയോ സ്കൂളുകളാണ് പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നത്. എത്രയോ എണ്ണമാണ് നമ്മുടെ മന്ത്രിമാരും മറ്റുള്ളവരും വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 3500 റോഡുകൾക്ക് വേണ്ടി പ്രാദേശികമായിട്ടുള്ള റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ, അത് പണിയാൻ വേണ്ടിയുള്ള തുക AS ഗവൺമെന്റ് തന്നിരിക്കുന്നു. ഇപ്പൊ ഈ രീതിയിലൊക്കെ പറയുമ്പോൾ ഗവൺമെന്റിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങളില്ല, പകരം രാഷ്ട്രീയം പറയുകയാണ്. നമുക്കിവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്. കേരളത്തിലെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ്. അതുകൊണ്ട് നിങ്ങൾ പഴയ പല്ലവി ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നാൽ 2015 നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ തോറ്റില്ലേ? അത് കഴിഞ്ഞ് വീണ്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നല്ലോ. ആരാ ജയിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ അധികാരത്തിൽ വന്നു. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ അധികാരത്തിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരാണ്. നിങ്ങൾ പറഞ്ഞു ലൈഫ് പദ്ധതി വന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി നിർത്തലാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായത്? കഴിഞ്ഞ 8 വർഷം കൊണ്ട് 4,24,800 വീടുകൾ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1,13,718 വീടുകൾ നിർമ്മിച്ചു നൽകി. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കൊടുത്ത പട്ടയത്തിന്റെ എണ്ണം എത്രയാ? 1,80,887 പട്ടയങ്ങൾ നൽകി. അതുപോലെ എല്ലാ ഭൂമികളും അളന്ന് തിട്ടപ്പെടുത്തുവാൻ ഡിജിറ്റലാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ സർക്കാർ, നമ്മുടെ കേരളമായി മാറി. ഡിജിറ്റൽ സർവേ ആരംഭിച്ച 18 മാസത്തിനുള്ളിൽ 41.5 ലക്ഷം ഭാഗങ്ങളായി 5,54,00,000 ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു.
ഈ രീതി നോക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ദേശീയപാത വികസനം നിങ്ങൾ ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ്. ഇത് നടക്കത്തില്ല, ഇത് നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞു. പക്ഷേ സർക്കാർ ഇടപെട്ടു, ക്രിയാത്മകമായി ഇടപെട്ടു, മുഖ്യമന്ത്രി ഇടപെട്ടു. ഇന്ന് ദേശീയപാതയുടെ വികസനങ്ങൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ രീതിയിലും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനയെ പറ്റി പറയാൻ നിങ്ങൾക്ക് ആർക്കും നാക്കില്ല. ഒരു കാര്യത്തെ പറ്റിയും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണെന്ന് പറയാൻ നിങ്ങൾക്ക് നാക്കില്ല. റബ്ബർ കർഷകർക്ക് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ പൈസ റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ട് ഉയർത്തി. നെൽകർഷകർക്ക് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിലെ 22 നെൽപ്പാടശേഖരത്തിൽ 18 പാടശേഖരങ്ങൾക്കും കുട്ടനാട് പാക്കേജിൽ പെടുത്തി അവിടെ പാടശേഖരങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ പറയുമ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതിനെ നല്ലതെന്ന് പറയുവാനുള്ള മനസ്സുണ്ടാകണം. ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എല്ലാത്തിനെയും ഒരുപോലെ കണ്ണടച്ച് എതിർത്തുകൊണ്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന പ്രവണത, അത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മാപ്പ് നൽകത്തില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കറിയാം ഈ രാജ്യത്ത് ആരാണ് നന്മകൾ ചെയ്യുന്നത്. കാർഷിക മേഖലയിൽ കൂടുതൽ കടന്നു കയറിക്കൊണ്ട് കൃഷിക്കാർക്ക് വേണ്ടി, നെൽകർഷകർക്ക് വേണ്ടി, റബ്ബർ കർഷകർക്ക് വേണ്ടിയും മലയോര കർഷകർക്ക് വേണ്ടിയും ശക്തമായ നിലപാടെടുക്കുന്ന സർക്കാർ. ഈ സർക്കാർ കഴിഞ്ഞ ഈ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ നടത്തിയ പ്രസംഗത്തെ, നന്ദി പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.